ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു കിഡിലെന്ന് പറഞ്ഞാൽ കിഡിലായിട്ടായിട്ടാട്ടോ ഞാൻ വന്നിരുന്നത്. വൈകുന്നേരം ആകുമ്പോൾ മക്കൾ സ്കൂളിട്ട് വരുമ്പോൾ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ. ആരെ പെരക്കിപ്പോൾ ചെറുപയറൊന്നും ഇല്ലാതെ കൂലല്ലോ. എനിക്കിഷ്ടപ്പെട്ട സാധനം ഇത് മതി. ചോറ് കഴിക്കുന്ന സമയത്തായാലും നാഷ്ട തിന്നുന്ന സമയത്തായാലും ഞാനിത് ഉണ്ടാക്കി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും ചെയ്യും. അപ്പം ഞാനിത് ഉണ്ടാക്കണത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കും ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ എന്താക്കിയാൽ ഞാൻ കുറച്ച് തോനെ തന്നെ ചെറുപയറെടുത്തിന്. എനിക്കിഷ്ടപ്പെട്ട സാധനമായതുകൊണ്ട് കുറച്ച് തോനെ തന്നെ ഞാൻ രാത്രി തന്നെ തിന്നും, പിറ്റേന്ന് രാവിലെ തന്നെ തിന്നും. അങ്ങനെ എന്താക്കാറ് കുറച്ച് ചെറുപയർ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ളത്. ആൾ കൂടുതലെടുക്കും, കുറവെടുക്കും, ഒന്നും വേണ്ട മക്കളെ. കുറച്ചൊന്ന് കുക്കറിലേക്ക് ഇടുക, കുറച്ച് ഉപ്പിടുക, ഒരു ഇച്ചിരി ഉപ്പിട്ടിട്ട് ഒരുമാതിരി ഇങ്ങനെ പൊട്ടുന്ന പോലെ വേവിച്ചെടുക്കുക. നല്ലോണം ഇങ്ങ് കലങ്ങരുത്, ഇങ്ങ് പൊട്ടുന്ന പോലെ ഒന്ന് ഇങ്ങോട്ട് വേവിച്ചെടുക്കുക കേട്ടോ. വല്ലാതെ ഇങ്ങോട്ടേക്ക് വെള്ളത്തോടെ കുറച്ച് വെക്കുകയാണെങ്കിൽ വെള്ളത്തോടെ വെക്കുകയും ചെയ്യുക. എന്നാൽ പിന്നെ വെള്ളമില്ലാതെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം വേണം എന്തായാലും. നമ്മളൊരു പായസത്തിൻ്റെ രീതിക്കല്ലേ അങ്ങനെ പക്ഷേ ഈ സമയത്തില്ലേ ശർക്കര വെല്ലം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഹയറട്ട. ഹെൽത്തും അത് തന്നെയല്ലേ. നമ്മൾ ഈ പഞ്ചസാര ഇടുന്നതിനെക്കായും ചെറുപയറും നമ്മളെ ശരീരത്തിന് നല്ലതാണ്, തണുപ്പുമാണ്. നല്ല വേനൽ സമയത്തല്ല കുട്ടികളെ സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ സാധനമാണ്. അങ്ങനെ എൻ്റെ അടുത്ത് എന്താക്കിയാൽ വെല്ലം കൊടുന്നത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് പഞ്ചസാര തന്നെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പഞ്ചസാര ഇട്ട് കൊടുത്ത് നമ്മൾ വേവിക്കാൻ വെക്കുമ്പോൾ ഒരു ഇച്ചിരി നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് മധുരത്തിനനുസരിച്ചിട്ട് ഇവിടെ പറഞ്ഞാൽ കുട്ടികൾക്ക് വലിയ മധുരം ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ചേ മധുരം ഇടുന്നുള്ളൂ. എത്ര സ്പൂൺ ഇട്ടിട്ടുണ്ടാകുമെന്നറിയോ? ഒരു 4-5 സ്പൂൺ ഇട്ടിട്ടുണ്ടാവും. ഒരു വലിയൊരു സ്പൂണ് തന്നെ. അതിന് ആ സ്പൂണിന് ഒരു 3-4 സ്പൂണ് എത്ര ഇട്ടേന്നുള്ളത് ഞാൻ മറന്നുപോയി. ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ നോക്കുമ്പോൾ ഉപ്പ് പഞ്ചസാര ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരിയും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ലേശം കൂടി ഉപ്പിട്ട് കൊടുത്തു. എന്നാലല്ലേ നമ്മൾ മധുരം കുറച്ച് ബാലൻസായി നിൽക്കുള്ളൂ. എന്നിട്ട് എന്താക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഈ സമയത്താണ് നമ്മളടുത്ത് വെല്ലം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒന്നും കൂടി വേവിക്കൂലേ, ആ സമയത്താണ് അതിനാ പറഞ്ഞ ഒന്ന് പൊട്ടാനേ പാടുള്ളൂ കേട്ടോ. പിന്നെ ഒന്ന് വെല്ലം ഇട്ടിട്ട് ഇതാക്കുമ്പോൾ ഒന്നും കൂടി ഇതാവും. എന്നാലും ഒന്ന് നടു പൊട്ടിയിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ തിന്നാനും രസമാട്ടോ. അടിപൊളി സാധനമാണ്. ആരൊക്കെ ഇത് ഇങ്ങനെ ഉണ്ടാക്കലുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യോണ്ടിട്ടോ. ആർക്കൊക്കെ ഇത് ഇഷ്ടമാണ്, ആരൊക്കെയാണ് ഇതിങ്ങനെ ഉണ്ടാക്കൽ എന്നുള്ളൊരു കമൻറ്റ് ചെയ്യില്ല. അങ്ങനെ പിന്നെ ഞാൻ ഒരു തേങ്ങ എടുത്തിട്ട് പൊട്ടിച്ചിട്ട് ഒരു മുറി തേങ്ങ ഫുള്ളും തന്നെ ഇട്ട്. ചെറിയ മുറിയാണ്, വലിയൊരു മുറി. ഇപ്പം നിങ്ങൾക്ക് തേങ്ങ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ തേങ്ങ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു രസമാണ് കേട്ടോ തിന്നാൻ. അങ്ങനെ പിന്നെ എന്താക്കി പറഞ്ഞാൽ തേങ്ങയും പൊട്ടിച്ച് ആ ഒരു മുറി തേങ്ങ ഉണ്ടായത് അതും ചിരണ്ടി വെക്കുകയാണ് കേട്ടോ. തേങ്ങയും പൊട്ടിച്ചിട്ട് അങ്ങനെ പിന്നെ എന്തൊക്കെയാണ് വർത്താനം മക്കളെ, എല്ലാവർക്കും സുഖം തന്നെ ഇരിക്കൂലേ. അങ്ങനെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടോ. വീഡിയോ കാണുന്നതോടൊപ്പം ലൈക്ക് അടിക്കാനും നിങ്ങൾ മറക്കല്ലേ. ലൈക്കും അടിക്കട്ടോ. അങ്ങനെ എൻ്റെ റബ്ബുൽ ആലമീനായ തമ്പുരാനെ അങ്ങനെ അതൊക്കെ ആയി. അപ്പോൾ 4 ഏലം എടുത്തിട്ട് ഞാൻ ഈ ഏലം എന്താക്കുക അറിയോ, ഈ സമയത്ത് എൻ്റെ അടുത്ത് ഈ ചെറിയ ജീരകം ഉണ്ടല്ലോ അത് തീർന്നിനേനു. പിന്നെ ഞാൻ അപ്പത്തേക്ക് വാങ്ങാനൊന്നുമില്ല, മതി വിചാരിച്ചിട്ട് നമ്മൾ ഈ തേങ്ങ ഇടുന്ന സമയത്ത് ചെറിയ ജീരകം ഒന്ന് ചതക്കിയിട്ടിട്ട് കൊടുക്കണം കേട്ടോ. പക്ഷെ ഞാൻ ഇപ്പോൾ ഏലം മാത്രമാണ് ചതക്കിയിട്ടിട്ട് കൊടുക്കുന്നത്. പിന്നെ ചെറിയ ജീരകം ഈ ഏലം കൂടി പൊടിച്ചിട്ടിട്ട് കൊടുക്കുക. പിന്നെ അങ്ങനെ എന്താക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ടാക്കി വെച്ച് തേങ്ങ അപ്പത്തേക്കിന് ചിരണ്ടി തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ തേങ്ങ ഒക്കെ ചിരണ്ടിയിട്ട് വന്നിട്ട് ആ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് എന്താക്കാറ് നല്ലോണം ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ഈ തേങ്ങ അതിലിട്ട് കൊടുത്തിട്ട് ചെറിയുള്ളി ഉണ്ടാവില്ലേ, അപ്പോൾ നിങ്ങൾക്ക് അഥവേ അതിൽ വെള്ളം കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് താടെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് ചൂടുവെള്ളം, പിന്നെ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കാൻ നിൽക്കണ്ട. പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇത് പോകും. അപ്പം ഞാൻ നോക്കുമ്പോൾ ഉപ്പും മധുരവും ഒക്കെ കണക്കാണ്. ഞാൻ വല്ലാതെ മധുരം ഇടും, രസമല്ല. നല്ല മധുരമായാലും
ഒരു കുണമില്ല. എന്നാലും ഒരു പാകത്തിന് മണാകുമ്പോൾ ഇത് പിന്നെ മധുരമാകുമ്പോൾ എല്ലാം ഒരു രസമുള്ളൂ. അങ്ങനെ അൽഹംദുലില്ലാ നമ്മളെ റമളാനൊക്കെ വരാനായല്ലോ അല്ലേ. അപ്പം എല്ലാവരും നനച്ചുളിയും പണിയും മല്ലിമുളകും പൊടിപ്പിക്കലും ഇതൊക്കെ കഴിഞ്ഞോ? എല്ലാവരും ഒരുങ്ങിയിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ. അങ്ങനെ എന്താ ചട്ടി എടുത്തിട്ട് പിന്നെ ഉള്ളി മുറിക്കട്ടെ. എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി തീർന്നിനേനു. ഈ വീഡിയോ എടുക്കുമ്പോൾ ഇതിപ്പോൾ മിഞ്ഞാന്ന് എപ്പോഴും എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതെടുക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലേനു. അങ്ങനെ ഞാൻ എന്താക്കി വെള്ളുള്ളി തന്നെ അരിഞ്ഞിട്ട് നല്ലോണം ചോപ്പിക്കണം കേട്ടോ. നല്ല അങ്ങനെ പറഞ്ഞാൽ നല്ല രസമുണ്ടാവും. അങ്ങനെ ചെറിയ ഉള്ളി അരിഞ്ഞങ്ങാണ്ട് ഒന്ന് എണ്ണയിൽ പശു നെയ്യ് ഞാൻ പശു നെയ്യിലാണ് തൂമിക്കണത്. അപ്പോൾ എന്താണ് വെളിച്ചെണ്ണയിലാണെങ്കിൽ ഇനിയിപ്പോൾ എപ്പോഴും പശു നെയ്യ് ഇല്ലാത്തവരാരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തൂമിക്കുക കേട്ടോ. വെളിച്ചെണ്ണയിൽ തൂമിച്ചിട്ട് നല്ലോണം നമ്മൾ സാധാരണ കറിക്കൊക്കെ ഇതാക്കൂലേ അതുപോലെ നല്ല ചുവന്ന് വന്നതിൻ്റെ ശേഷം എന്താക്കുക, അങ്ങനെ ചട്ടിയടുപ്പത്ത് വെച്ച് എന്നിട്ട് നെയ്യ് കേട്ടോ. പശു നെയ്യൊക്കെ തീരാനായിക്കണ് വാങ്ങണം. ഇതാകുമ്പോൾ എന്താ അറിയോ, ഒന്നും കൂടി അതിൻ്റെ മണവും ഇതും കൂടിയൊക്കെ ഒന്നും കൂടി ഒരു ടേസ്റ്റ് കിട്ടും. ഇനിയിപ്പോൾ പശു നെയ്യിൻ്റെ ചൊയയും മണമൊന്നും പറ്റാത്തവരാരെങ്കിലും ആണെങ്കിൽ വെളിച്ചെണ്ണ എടുത്തോളി. ഞാനൊരു 1 ടീസ്പൂണ് പിന്നെ പശു നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പശു നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് അതെന്താക്കുക, ഉള്ളി നല്ലോണം ചോക്കുന്ന സമയത്ത് ഈ ചെറുപയർ അതിലേക്ക് കൊട്ടിക്കും. നമ്മൾ സാധാരണ തൂമിക്കൂലേ, ഉള്ളിയിട്ട് തൂമിക്കൂലേ, നമുക്ക് കുക്കർ ഒഴിവാക്കേണ്ടതായതുകൊണ്ട് ഞാൻ എന്താക്കുന്നുണ്ട് ചട്ടിക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു ചട്ടിയിലാണ് വേവിച്ചിനെന്നുണ്ടെങ്കിൽ ഈ ചട്ടിക്ക് ഇതിക്ക് ഉള്ളി താളിച്ചൊഴിച്ചാൽ മതി കേട്ടോ. നല്ല രസമാണ്. വെറുതെ പറയല്ല, ഉണ്ടാക്കി നോക്കുകയും ചെയ്യും. ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യട്ടോ. ആർക്കത് ചില ആൾക്കാർക്ക് ചെറുപയർ ഇഷ്ടപ്പെടില്ല, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അങ്ങനെയൊക്കെ അല്ലേ, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണല്ലോ അല്ലേ. അങ്ങനെ ഉള്ളി നല്ലോണം ചോന്നിക്കണം കേട്ടോ. ഉള്ളി നല്ലോണം ചോന്നണം. അപ്പോൾ എന്താക്കാറ് ഹൈക്ക് കൊട്ടി കൊടുത്തിട്ട് ഇത് കാണുമ്പോൾ ഇപ്പം എന്താ നമ്മൾ ചെറുപയർ താളിക്കൂലേ ചോറ് തിന്നാൻ, അതുപോലെയൊക്കെ തിന്നാനേ ഉള്ളൂ. പക്ഷെ കിടിലാണ്, അടിപൊളിയാണ്. എന്തൊക്കെ കുറച്ച് നല്ലോണം തിളച്ചതിൻ്റെ ശേഷം അതിൻ്റെ മേലെ ആ തേങ്ങാപ്പാലിൻ്റെത് തിളക്കരുത് കേട്ടോ. നല്ലോണം തിളക്കുകയല്ല, നല്ല തിളക്കാൻ വിടാൻ പാടില്ല. ആ തേങ്ങ ഉണ്ടല്ലോ ആ മേലത്തെ ആ തേങ്ങാപ്പാലിൻ്റെത് അതങ്ങനെ നിൽക്കണം. അങ്ങനെ ആയിട്ട് എന്താക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കുമ്പോൾ അടിപൊളി ഉണ്ട് കേട്ടോ. അവിടെ ചോറിന് അരിടാൻ വേണ്ടിയിട്ട് വെച്ചിന്. എന്നിട്ട് പിന്നെ കുട്ടികളൊക്കെ വന്നതിന് ശേഷം ഞാനും എടുത്ത് തിന്നുകയാണ് കേട്ടോ. ഞാൻ അതന്നെയാണ് രാത്രിയും തിന്നത്, പിറ്റേന്ന് രാവിലെ നാഷ്ടക്കും അതന്നെയാണ് തിന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.